വാഹനം ഇപ്പൊ ഒരു നിശ്ചിത സംഖ്യ കൊടുക്കുന്നത് ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയി എടുക്കുന്നതിന്റെ വിധി എന്താണ്? അതായത് വാഹനമാകട്ടെ മറ്റു വസ്തുക്കളാകട്ടെ നേരിട്ട് കടക്കാരന്റെ കയ്യിൽ നിന്ന് ആ കടക്കാരൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റിന് തരാണ്. ആ ഇൻസ്റ്റാൾമെന്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും അത് അനുവദനീയമാണ്. അയാൾ നേരിട്ട് നൽകുന്നതാണെങ്കിൽ, ആ ഇൻസ്റ്റാൾമെന്റിന് അയാൾ നേരിട്ട് നൽകുന്നതാണെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷേ അടവ് എന്തെങ്കിലും കാരണങ്ങളാൽ തെറ്റുന്ന പക്ഷം അവിടെ പലിശ ഈടാക്കപ്പെടും എന്ന രൂപത്തിലുള്ള ക്ലോസുകൾ അതിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന രൂപത്തിലുള്ള രീതി എന്ന് പറയുന്നത് ചില ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ഫിനാൻസ് സർവീസുകളുണ്ട്. അവരെന്ത് ചെയ്യും, ഇത്തരം കടകളുമായിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അടവിന് എടുക്കുകയാണെങ്കിൽ ഈ നിങ്ങൾ അടയ്ക്കേണ്ട തുക അവർ ഈ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഈ കടക്കാർക്ക് നൽകുകയും നിങ്ങൾ എത്രയാണോ ഈ കടക്കാർക്ക് നൽകപ്പെട്ട തുക അതിനേക്കാൾ കൂടുതൽ തുക നിങ്ങൾ തിരിച്ചടക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം നമ്മളുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അത് പലിശയാകുന്ന കാര്യമാണ്. അവിടെ ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് നമുക്ക് പറയാനുള്ളത്, ഇത് വളരെ ലളിതമായി അവർക്ക് ഹലാലായി ചെയ്യാം. ഈ ഉപകരണങ്ങളോ ഈ വസ്തുക്കളോ ഈ കമ്പനിയിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യുകയും അതിൽ നിർണിതമായ അല്ലെങ്കിൽ അവർക്ക് എത്രയാണോ അവർ ഉദ്ദേശിക്കുന്നത് ആ ലാഭം ഈടാക്കിക്കൊണ്ട് ഈ വസ്തു ആവശ്യമുള്ള ആൾക്ക് വിൽക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്കിപ്പോ ഒരു ഹലാലായ മാംസം ഭക്ഷിക്കണമെങ്കിൽ ബിസ്മി ചൊല്ലി അറുത്ത് നമുക്കതിനെ ഭക്ഷിക്കാം. അതേ സ്ഥാനത്ത് നമുക്കതിനെ കൊന്നു ഭക്ഷിക്കുകയാണെങ്കിൽ അത് നിഷിദ്ധമായി തീരും. എന്നതുപോലെയാണ് കൃത്യമായ ഒരു കച്ചവടത്തിലൂടെയാണ് ഈ ഇടപാട് നടക്കുന്നത് എങ്കിൽ അത് അനുവദനീയമായി തീരും. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ഇത്തരം ഫിനാൻസിയേഴ്സ് അവർ ഈ ഉൽപ്പന്നം വാങ്ങിച്ച് ഇവർക്ക് വിൽക്കുകയോ മറ്റോ ഒന്നുമല്ല നടക്കുന്നത്. മറിച്ച് എത്രയാണോ ഇയാൾ ആ കടക്കാരന് നൽകേണ്ടതായ തുക, ആ തുക ഇവർ നൽകുകയും ആ നൽകിയതിനേക്കാൾ കൂടുതൽ തുക ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോയി. അപ്പോൾ ആ ഫ്രിഡ്ജിന് ഷോപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത് 1,00,000 രൂപയാണ്. അത് നമ്മൾ ഈ രൂപത്തിലുള്ള EMI വഴി എടുക്കുകയാണെങ്കിലും 1,00,000 രൂപ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ കടക്കാരന് അവിടെ 95,000, ചിലപ്പോൾ കടക്കാരന് ആ 1,00,000 രൂപ ലഭിക്കുന്നില്ല. അത് ഈ ഫിനാൻസിയറെ സംബന്ധിച്ചിടത്തോളം കടക്കാരന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ വ്യക്തിയിൽ നിന്നും അയാൾ ഈടാക്കുന്നുണ്ട്. അതാണ്, അല്ലാതെ ഒരിക്കലും ആ സിസ്റ്റം വർക്കൗട്ട് ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പലിശയിൽ അധിഷ്ഠിതമായ ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കടക്കാർക്ക് വേണമെങ്കിൽ വളരെ വിശ്വസ്തരായ ആളുകൾക്ക് നേരിട്ട് അവർക്ക് ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കാം. ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ റെഡി ക്യാഷിന് കൊടുക്കുന്ന വിലക്ക് നിങ്ങൾ കൊടുക്കണം എന്നില്ല. ഇപ്പോൾ ഒരു ഈ മൊബൈലിന് 1,00,000 രൂപ വിലയാണെങ്കിൽ നമുക്ക് ആ 1,00,000 രൂപ വരുന്ന മൊബൈൽ അയാൾക്ക് അത് ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കുമ്പോൾ 1,10,000 കൊടുക്കാം. കാരണം കച്ചവടം നടന്നിട്ടില്ല. കച്ചവടം നടക്കുന്നതിന് മുൻപായി വസ്തുവിന്റെ വില നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ എത്രയാണ് ആ വസ്തുവിന്റെ വില എന്നുള്ളത് അയാൾക്ക് നിർണ്ണയിക്കാം. നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ത്രൂ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇതിന് ഇത്രയാണ് ഞാൻ വില ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ കരാറിലെത്തിയ ശേഷം കൃത്യമായി മാസം എത്രയാണോ ബൈ ഇൻസ്റ്റാൾമെന്റ് ആ തുക അവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഇവിടെ ആ വസ്തുവിന്റെ ഉടമസ്ഥൻ ആരോ ആ ഉടമസ്ഥനാണ് ആ വസ്തു മറ്റൊരാൾക്ക് വിൽക്കുന്നത്. അപ്പം വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും പരസ്പരം വേർപിരിയുന്നതിന് മുൻപ് വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അല്പം വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഒരുപാട് തെളിവുകളും മറ്റൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവാം. എങ്കിലും അതായത് നമ്മളൊരു വസ്തു കച്ചവടം ചെയ്യുന്നതിന് മുൻപ് ആ വസ്തു ഏതൊരു വിലക്ക് കൊടുക്കണം എന്നുള്ളത് നിർണയിക്കാനും പരസ്പരം അതിന്റെ വില എത്ര എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. റെഡി ക്യാഷ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വില കുറച്ച് കൊടുക്കാം. അല്ല, അയാൾ ക്യാഷ് പിന്നീടേ നൽകുള്ളൂ എങ്കിൽ എനിക്ക് ആ വസ്തുവിന്റെ വില ഞാൻ ഇന്ന രൂപക്ക് തരുന്നില്ല. ഇനി ഞാൻ പരസ്പരം കച്ചവടം മുറിയുന്നതിന് മുൻപ്, വേർപിരിയുന്നതിന് മുൻപ് ഒരു വസ്തു ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ 75,000 രൂപക്ക് തരാം. പിന്നെ എനിക്ക് തോന്നുകയാണ് അല്ല 75,000 കൊടുത്താൽ എനിക്ക് നഷ്ടമായിരിക്കും. ഞാൻ അയാളോട് പറയാം ഞാൻ 75,000 തരാതെ നിങ്ങളോട് പറഞ്ഞു, പക്ഷെ ഞാൻ 80,000 തരുന്നുള്ളൂ. ഓക്കെ, ഞാൻ അത് അറിയാതെ പറഞ്ഞു പോയതാണ്.
75,000 എന്നുള്ളത് 80,000 തരുന്നുള്ളൂ. ഇവിടെ കാലം സമയമോ അല്ലെങ്കിൽ അയാൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനുള്ള അവസരമൊന്നും കൊടുക്കാതെ തന്നെ വേണമെങ്കിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോ വിൽപ്പന നടക്കുന്നതിന് മുൻപ് വസ്തുവിന്റെ വില നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതവർക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അവിടെ ഈ കടബാധ്യത പിന്നീട് വർദ്ധിക്കുകയില്ല. അപ്പൊ ആ കടബാധ്യത നിങ്ങൾക്ക് ഈടാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ കൃത്യമായ സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് വാങ്ങാം, ഡോക്യുമെന്റ്സ് വാങ്ങാം, സെക്യൂരിറ്റീസ് വാങ്ങാം. അപ്പം അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യാം, ഇയാളുമായിട്ടുള്ള ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചടക്കണം എന്നുള്ള കരാറുണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഒരു തേർഡ് പാർട്ടി ഫിനാൻസിയർ ഫൈനാൻസ് ചെയ്യുന്ന ഒരു ടീം ഇത് ഫിനാൻസ് ചെയ്യുകയും നമ്മൾ ഈ ഫിനാൻസിയേഴ്സിന് അടച്ചു കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള EMIs അത് അനുവദനീയമല്ല. വല്ലാഹു തആല അഅലം.